ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞങ്ങളെ വീട്ടിൽ കറണ്ടില്ല ഗൈസ്, അതാണ് ഞങ്ങളുടെ ടേബിളിൽ വെച്ചിട്ടാണ് ഒക്കെ നടത്തുന്നത് ഗൈസ്. നമ്മളൊരു ചെടിച്ചട്ടി അക്കുരയാക്കാനുള്ളൊരു പരിപാടിയിലാണ്. കാണിച്ചു തരാം, ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല. ആ പെണ്ണയുടെ ഗൈസ് ചട്ടി നമ്മളിതാ ചെടിച്ചട്ടിന് അതിൽ കുറച്ച് എംസിയിലൊക്കെ വെച്ച് നോക്കിയാൽ ഉള്ളിലിട്ടിരുന്ന് വാങ്ങാൻ വേണ്ടി വെച്ചതാണ്. നമ്മൾ എംസിയിൽ കുറച്ച് ഇച്ചിരി കൂടി വാങ്ങണം. എന്നിട്ട് ചെറിയ ലീക്കിങ് ഉണ്ട്, ചില വാങ്ങിയുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് നന്നായി ഒട്ടിച്ചതാണ്. ഇതിനകത്തേക്കാണ് നമ്മൾ മോളിനെ ബ്രീഡ് ചെയ്തിരിക്കുന്നത്. നമ്മളതിൽ ബേസിനുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബേസിന് വേണം ഒട്ടിക്കണമെങ്കിൽ. പിന്നെ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ ആദ്യം പറയണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളെ കോഴിക്കുഞ്ഞ് കുറേ അധികം വരുന്നിട്ടുണ്ട് ഗൈസ്, നിങ്ങൾ തന്നെ കണ്ടോളൂ ഗൈസ്. ഇരുപത്തഞ്ചെണ്ണട്ടോ ഉണ്ട്, കണ്ടാൽ തിരികെ തോന്നും, പക്ഷേ 25 ഗൈസ്. 25 ഉള്ളൂ ഗൈസ്. ഇവരെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ആദ്യം ടെർമോക്കോളം തോന്നില്ല. ഇപ്പം ആ മതിലൊക്കെ ടെർമോക്കോൾ ഒരു ചുണ്ടോട് കൊത്തി കൊത്തി തിന്നിട്ട് ആടൊക്കെ സൈഡിൽ ഗൈസ് കൊത്തി തിന്നിട്ട് വേറെ ആയിപ്പോയി ഗൈസ്. ആടെ കൊത്തി തിന്നിട്ട് വേറെന്തൊക്കെ ആയിപ്പോയി. ഇവിടെ കൊത്തിയിട്ടിട്ടാണ് പേപ്പർ വെച്ച് ഇതാക്കി. ഇനി ഒരു സന്തോഷ വാർത്തയും കൂടി. എന്താന്ന് വെച്ചാ ഏതോ എലിഫന്റ് ഇയറോ ഏതോ ഒന്ന് ബിഗ് ഇയർ ഡെഡായി പോയി ഗൈസ്. എന്താന്ന് വെച്ചാ ഞങ്ങളെ ബിഗ് ഇയർ ഡെഡായിപ്പോയി. പിന്നെ പറയുന്നത് കുറേ ഉണ്ട് ഗൈസ് കുഞ്ഞുങ്ങൾ. ഒരു ബ്ലാക്ക് കളറാണ് ഫുഡ് ഗൈസ്, കുറേ എണ്ണുണ്ട്. നിങ്ങൾ കാണിച്ചാൽ വിചാരിച്ചിരുന്നു. അപ്പോൾ അച്ഛമ്മയ്ക്ക് ടേബിൾ ലാമ്പ് വേണേനു, അതുകൊണ്ട് ടേബിൾ ലാമ്പ് കൊണ്ടുപോയിട്ടുണ്ട്. ടേബിൾ ലാമ്പ് എന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഞാൻ അതിൽ എലിഫന്റ് ഇയർ തന്നെയാണെന്ന് തോന്നുന്നു. പ്രസവിച്ച് 10-15 കുട്ടികളുണ്ട്. പിന്നെ നമ്മൾ ഹാഫ് റെഡിൻ്റെ 4 കുട്ടികളും നമ്മൾ ചെറിയൊരു പാത്രത്തിലാണ് വെച്ചത്. കാണിച്ചു തരാം ഗൈസ്. ഞാനിപ്പോൾ ടേബിൾ ലാമ്പ് ഇപ്പം തരുന്നുണ്ട് ഗൈസ്. കുറേ മീനിനെ കാണാൻ കഴിയുന്നു തോന്നുന്നു, കണ്ടോ? കുറേ ഉണ്ട് ഗൈസ്. നിങ്ങൾ വൈറ്റ് കാണുന്ന ഹാഫ് റെഡിൻ്റെ ആണ്. ഗൈസ് ഇതാ ഇതിൽ എന്താ പറയുക, ഇതിലുള്ളതിൽ ഇങ്ങോട്ട് ലൈറ്റ് കളറുള്ള 4 നിങ്ങൾ കാണുന്നില്ലേ, അതാണ് ഹാഫ് റെഡിൻ്റെ. ബാക്കിയുള്ളത് മുഴുവൻ നമ്മുടെ എലിഫൻ്റിയറിൻ്റെ കുട്ടികളാണ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ചിലപ്പം വേറെ ആയിരിക്കും. ഞങ്ങള് വലിയ മീനെ കാണിച്ചത് 4 എണ്ണം ഉണ്ട്, അല്ല 5 എണ്ണം ഉണ്ടായിരുന്നു. ബിഗർ ഡെഡ് ആയതുകൊണ്ട് ഞങ്ങളെ 5 ടേബിൾ ലാമ്പ് എടുക്കാൻ പറയുന്നത്. അപ്പം ഈ ടേബിൾ ലാമ്പ് വെച്ചിട്ട് കാണുന്നില്ല, ഞാൻ ടേബിൾ ലാമ്പ് വെച്ചുതരാം ഗൈസ്. അതിൽ ആ വൈറ്റ് ടെയിൽ വരുന്നത്, അതിൻ്റെ തൊട്ടടിയിൽ നിൽക്കുന്ന അതുമാണ് എലിഫന്റ് ഇയർ. ഈ ആഫ്രിക്കൻ പിന്നെ നമുക്കറിയാം, നമ്മളെ ഈ എലിഫന്റ് ഇയർ എന്ന് വെച്ചാൽ കിട്ടില്ല, ടെയിൽ ഇയറുള്ളൊരു മീൻ തന്നെയാണ്. ബിഗ് ഇയറും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ നല്ല ടെയിലുള്ള നോക്കിയാണ് നമ്മൾ വാങ്ങിയിരുന്നത്.
ഗൈസ് നിങ്ങളെ മീനിനൊക്കെ കണ്ട് വിചാരിക്കുന്നു ഇനി ഞങ്ങൾക്ക് വേറെ ഒരു പണിയുണ്ട് കാണിച്ചാൽ പറ്റൂല ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങള് കുറെ മോളിന് വാങ്ങിയിട്ടുണ്ട്, കുറെ നാടൻ വരാലിനെ വാങ്ങിയിട്ടുണ്ട്, കുറെ മുഷീനെ വാങ്ങിയിട്ടുണ്ട്. അത് പാനയിലാണ് കണ്ടാകുന്നത് വെച്ചാൽ ഞങ്ങൾ കരാട്ടേൻ്റെ ഇത് ഇട്ട് വെള്ളം ചളിയാവുമല്ലോ, അതുകൊണ്ട് ചളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അത് പോവാത്തത്. ഇനി എന്തായാലും അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചളിയാവും, തീ തെറിക്കും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്, ഡു ഓൾ.